തുടക്കം തന്നെ ലാവയാണല്ലോ. സോ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജഗ്ലേഷ് ഗെയിംസൊക്കെ പിന്നെയും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. തുടക്കം തെറ്റി. എടാ ഇതല്ല എൻ്റെ ഇൻട്രോ, ഇതെൻ്റെ ഫസ്റ്റ് ചാനലിൻ്റെ ഇൻട്രോ, ഇതെൻ്റെ സെക്കൻഡ് ചാനലല്ലേ, AJ Glacier 2.0. ഓക്കെ, ഈ ചാനൽ നമ്മൾ തുടങ്ങിയത് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഇടാനാണ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ട് ഡ്രാഗൺ ഫയർ. ഓക്കെ, ഡ്രാഗൺ ഫയർ ലൈറ്റ് ആറ്റ് ON. കണ്ട പേര് കറക്റ്റായിട്ട് പഠിച്ചിട്ട് ഒന്നുണ്ടെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ഗൈസ് ഡ്രാഗൺ ഫയർ, ലോറി പോണ്ട് സൗണ്ട് കേട്ടിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതിൽ ഉള്ളതൊക്കെ ഡ്രാഗൺസ് ആണ്. നമുക്കിത് ഡ്രാഗനെ ടൈം ചെയ്യാൻ പറ്റും, ഡ്രാഗൻ്റെ എഗ്ഗ് വിരിയിക്കാൻ പറ്റും, അതായത് മുട്ട വിരിയിച്ച് ഡ്രാഗൻ്റെ ഇതാക്കാൻ പറ്റും. പിന്നെ ഡ്രാഗനായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഇത് കണ്ട അവിടെ ഡ്രാഗൺ നിൽക്കണ കണ്ട എനിക്ക് തല്ലിക്കൊന്നിട്ടേക്ക് വോള് വേണം, രാത്രി സർവൈവ് ചെയ്യണ്ടേ. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പ് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ എന്ന് ഒരേ ഒരു ഷോർട്സ് എന്താണ് ഞാൻ മെല്ലെ ഇട്ടിട്ടുള്ളത്, ആകെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ എപ്പിസോഡ്സ്, അതായത് ലോങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ മൈൻക്രാഫ്റ്റിൻ്റെ ഇടുന്നത് ഇപ്പോഴാണ്. അപ്പം മൈൻക്രാഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് സുധി പറഞ്ഞ യൂട്യൂബറാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് മൈൻക്രാഫ്റ്റ് എന്താണെന്ന് അറിയും, മൈൻക്രാഫ്റ്റിനെ എനിക്ക് ഇഷ്ടപ്പെടാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ മൈൻക്രാഫ്റ്റിക്ക് കളിക്കണമെന്നുണ്ട്. പറയുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ആദ്യമായിട്ടല്ലേ. ഇതാണ് കേട്ടോ ഞാൻ എൻ്റെ മുഖം, നല്ല രസമല്ലേ. ഓക്കെ, അപ്പോൾ മൈൻക്രാഫ്റ്റ് അങ്ങനെ എനിക്കും കയറ്റി കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറേ തവണ വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പഴയ ചാനൽ ആദ്യത്തെ ചാനൽ തന്നെ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട് കളിക്കുകയും റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടണം, എഡിറ്റ് ചെയ്ത് ഇടണം എന്ന് അങ്ങനെയൊന്നുമില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഞാൻ ചുമ്മാ ഒന്ന് കയറ്റി, എന്നിട്ട് വെറൈറ്റി ആയിട്ട് ഇതിൽ ഓരോരോ സെർവറിലൊക്കെ കയറി ചുമ്മാ തമാശയ്ക്ക് ഓരോന്ന് കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കയറ്റി. അപ്പോഴാണ് പിന്നെ കുറേ മാപ്പുകളെ കുറിച്ചും വെറൈറ്റി ഏഡോൺസ് തന്നെയാണ് തോന്നുന്നു, അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞത്. അപ്പോൾ എനിക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഡ്രാഗൻ്റെ കാണുന്നത്. അപ്പോൾ വേറെയും കുറേ ഡ്രാഗൺസിൻ്റെയൊക്കെ മാപ്പും കാര്യങ്ങളൊക്കെ കുറേ പേര് കളിക്കാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ വെറുതെ ഒരു മാപ്പ്, നോർമലായിട്ടുള്ള ഒരു മാപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ഒരു സീഡ് ഉണ്ടായിരുന്നു. ആ സീഡ് പറഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനാണ്. ഇത് വന്നപ്പോൾ തന്നെ എനിക്ക് ഈ ലൊക്കേഷൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ലൊക്കേഷനിൽ കളിക്കണം എന്നൊക്കെ എനിക്കൊരാഗ്രഹം തോന്നി. അപ്പോൾ ആ ലൊക്കേഷൻ അടിച്ചിട്ട് ഈ മോഡും എടുത്തിട്ട് ഞാൻ കയറിയുന്നുണ്ട്. ഇതാണല്ലേ ഡ്രാഗനൊക്കെ. ഞാൻ ഡ്രാഗൻ അറ്റാക്ക് ചെയ്യും വിചാരിച്ചു, ഒന്നും ചെയ്തില്ല. അതാണ്ട ഞാൻ ആദ്യം വിചാരിച്ചതിൽ ഒരു ഡ്രാഗൺ മാത്രമേ ഉള്ളൂ എന്നാണ്. പിന്നെ മനസ്സിലാക്കി കുട്ടി ഡ്രാഗൺ നോക്ക്, ഇവരിനൊക്കെ എന്തൊക്കെയൊക്കെ കൊടുത്ത് നമുക്ക് വലുതാക്കാൻ പറ്റും. എന്തോ കോറസ് ഫ്രൂട്ട് എന്തോ കൊടുത്ത് ട്രൈ മേനെ. ഒക്കെ തെറ്റണം. തുടക്കത്തിൽ ക്ഷമിക്ക്. അപ്പോൾ കോറസ് ഫ്രൂട്ട്, അത് വേറെ സാധനം, എന്തോ ഒരു ഫ്രൂട്ട് ഉണ്ട്. ഒരു പച്ച കളർ ഫ്രൂട്ട്, ചുവപ്പ് കളർ ഫ്രൂട്ടൊക്കെ ഉണ്ട്. ഞാൻ ക്രിയേറ്റീവിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി, അപ്പോൾ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ ഒരു ഡ്രാഗനെ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ അതിന് ടൈമൊക്കെ ചെയ്തിട്ട് വെറുതെ പറത്തി ആകാശത്ത് പോയപ്പോൾ ആ ഡ്രാഗനെ കാണാണ്ടായി. പിന്നെ ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് പിന്നെ കാര്യമായിട്ട് കളിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു ഡ്രാഗനെ ടൈം ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കതൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ ഐശ്വര്യമായിട്ട് നമുക്ക് മരം വെട്ടിയിട്ട് ടൂൾസൊക്കെ ക്രിയേറ്റ് ചെയ്യാം. നൈറ്റ് ആവാൻ തുടങ്ങി. ഞാൻ സംസാരിച്ച് സമയം കളയാണ്. ഓക്കെ, ടൂൾസ് ഉണ്ടാക്കുക. എന്തായാലും നൈറ്റായി. ഇനിയിപ്പോൾ കാണുന്ന ക്രീപ്പറും സോംബിയും സ്കെൽറ്റൻ ഇതൊക്കെ വരാൻ തുടങ്ങും. ടൂൾസ് ഉണ്ടാക്കാൻ സമയമില്ല, അതാണ് നൈറ്റായി ഗൈസ്. കുറച്ച് പ്ലാൻ ഉണ്ടാക്കുക. വൂളൊന്നും ഇനി വൂള് തപ്പി നടക്കാനുള്ള സമയമില്ല. തൽക്കാലം നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഈ ഡേർട്ട് മൈൻ ചെയ്തിട്ടുള്ളിൽ കയറിയിട്ടിരിക്കില്ലേ, അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഗൈസ് നൈറ്റ് എന്തായാലും വെറുതെ കളയുണ്ടാവണം. ഞാൻ കുറേ സ്റ്റോണും കാര്യങ്ങളും മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ഡേ 1 എന്ന് കാണിച്ചിട്ടുണ്ട്, 0 ഉള്ളത് 1 ആയി. അതിനർത്ഥം അതെ ഗൈസ്, നേരം വെളുത്തു. ഓക്കെ, രാവിലെ നമ്മൾ എന്തായാലും വെളിയിലേക്ക് ഇറങ്ങണം. ഈ മാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കും അറിയത്തില്ല. ആകെ അറിയേണ്ടത് ഡ്രാഗൻ്റെ മുട്ട കിട്ടും, അത് വിരിയിക്കാൻ പറ്റും, ഡ്രാഗനെ ടൈം ചെയ്യാൻ പറ്റും, ഡ്രാഗനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഡ്രാഗനായിട്ട് നമുക്ക് എന്തായാലും ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഫൈറ്റ് ചെയ്ത് പണി മേടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സോംബീസും സ്കെൽറ്റനും കാര്യങ്ങളൊക്കെ ഇല്ല. നമുക്ക് ഇതിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഡ്രാഗൺസിനെയാണ്. പക്ഷേ ഡ്രാഗൺസ് ഇല്ല, അവനെ പോലെയൊന്നുമല്ല. ഡ്രാഗൺസ് ഫൈറ്റൊന്നും ചെയ്യത്തില്ല. നല്ല രസമുണ്ടല്ലേ ഗൈസ്. ഇത് ഇവൻ്റെ കൂടെ വന്നാണ്, ഇവൻ്റെയൊക്കെ കൂടെ ഡ്രാഗൺ വരുമോ? ഇതൊരു മർച്ചൻ്റ് അങ്ങനെ എന്തോ അല്ലേ ഇവൻ്റെ പേര് ഗൈസ്. എഗ്ഗ് കൊടുക്ക്, റാം ടാലൺ എഗ്ഗ് ട്രേഡർ. അതാ ട്രേഡറിൻ്റെ പേരാണോ അതാ എഗ്ഗിൻ്റെ പേരാണോ? ഓക്കെ ഗൈസ്, അത് 12 സീഡ്. ഓക്കെ, സീഡ്, അതെ സീഡാണ് ഗൈസ് നമുക്ക് കൊടുക്കേണ്ടത്. നമുക്ക് ഈ പുല്ലൊക്കെ ഇങ്ങനെ ആക്കിയാൽ നമുക്ക് സീഡ് കിട്ടില്ലേ? കിട്ടും തോന്നുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തന്നെയല്ലേ സീഡ് ഉണ്ടാക്കുക?
ഗൈസ് കിട്ടി ഗൈസ്. ഇങ്ങനെ തന്നെ സീഡ് ഉണ്ടാക്കാം. നമുക്കൊരു വൂളം കിട്ടി. ഓക്കെ വീറ്റ് സീഡ്. ഇതന്നെ ഇതാണ് ഗൈസ്. ഇത് നമുക്കൊരു 12 ഉണ്ടാക്കണം. ഓക്കെ നമുക്കൊന്ന് വേണമെങ്കിൽ പോയിട്ട് ഉറപ്പിക്കാട്ടോ ഇത് തന്നെ അല്ലേ എന്ന്. ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ട്രൈ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സീഡ് കാണിക്കുന്നില്ല. സീഡ് കണ്ട നമ്മുടെ ഇൻവെൻറ്ററിയിൽ കാണിക്കുന്നില്ല. അപ്പോൾ പിന്നെയും വന്നു. ഓക്കെ അപ്പോൾ ഈ സീഡ് ഒരു 12 നമുക്ക് ഉണ്ടാക്കാം. നമുക്കിനി ഒരു സീഡും കൂടി മതി. ഒരു സൈഡ് ഇവിടെ കുറേ ഉണ്ടല്ലോ. ഒന്ന് കിട്ടാ ആയി 12 13 നമുക്കപ്പോൾ പോയിട്ട് ആ എഗ്ഗ് മേടിക്കാം ഗൈസ്. ഡ്രാഗൻ്റെ ഈ വിരീക്കലൊന്നും ഇപ്പോൾ വേണ്ട. വിരീക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. വിരീക്കലൊക്കെ നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് കുറേ വിശദമായിട്ട് പഠിച്ചിട്ട് നമുക്ക് വിരിക്കുന്നതിന് നോക്കാം. ഓക്കെ നമ്മളാണെങ്കിൽ എഗ്ഗും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഡ്രാഗൻ്റെ. ഇവന്മാരെ കണ്ടില്ലേ, ഇവരൊക്കെയാണ് നമുക്ക് മറ്റേ ഡ്രാഗനെ ടൈം ചെയ്യേണ്ട കണ്ട സാധനങ്ങളൊക്കെ തരും. ഇത് കണ്ട ഈ നീല കളർ സാധനം, ഈ ചോപ്പ്, ഇതൊക്കെ കൊടുത്താൽ മറ്റേ ഡ്രാഗൺ ടൈം ആവും. പിന്നെ അവനെ വളർത്താനൊക്കെ പറ്റും. ഈ കുട്ടി ഡ്രാഗനെയൊക്കെ വലുതാക്കാനും പറ്റും. ഇവിടെ ഡ്രാഗൺ ഗൈസ്, ഇവിടെ ഇതാണ് നമ്മുടെ സ്പോണ്. ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ഇവിടെ കുറേ ബിൽഡൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. കുറേ സ്ഥലത്ത് നമുക്ക് ഡ്രാഗനെയൊക്കെ ടൈം ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് കുറേ ബേസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റും. ഗൈസ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഹൈവേ ആണ്. അത് കാരണമാണ് ഇങ്ങനെ ഇടയിലടിയിൽ വണ്ടിൻ്റെ സൗണ്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഗൈസ് നമുക്ക് ഈ ഡ്രാഗനെ മൗണ്ട് ചെയ്യാൻ പറ്റുമോ? കയറി നിന്ന് നോക്കാം. ഓ അങ്ങനെ ഫൈനലി ഗൈസ് നമ്മളുടെ അത് ടൈം ആയിട്ടുണ്ട്. ഇനി മറ്റേ ഒരു സാഡിൽ കൂടി റെഡിയാക്കി നമുക്ക് അതിൻ്റെ മേലെ കയറിയിട്ട് പോകാൻ പറ്റും. ഓക്കെ ഇവൻ എങ്ങനെ രാവിലെ ആയില്ലയോ മനസ്സിലായി. അതിൻ്റെ ഉള്ളിന്ന് അവിടെ നിന്ന് സ്പോണായിട്ട് വന്നത്. അവനെ നമുക്ക് കൊല്ലാം. അവനെ കൊടുക്ക്. ഒന്ന് അയ്യോ കൊള്ളണില്ല. 2 ഒന്നും ഗൈസ് കിട്ടി. ഓക്കെ അവൻ്റെ ബോധമൊക്കെ എടുത്ത്. അയ്യോ ഇവിടെ ഉള്ളിലേക്ക് വലിയ പോണ്ട് തോന്നി. അത് കോളല്ലേ കണ്ടത്? അത് ഗൈസ് കോളല്ലേ. നമുക്കപ്പോൾ പെട്ടെന്ന് മൈൻഡ് ചെയ്തെടുത്തിട്ടേ കുറച്ച് ഫുഡ് ഇതാക്കാം. ഒരു കോളും കൂടി മൈൻഡ് ചെയ്യാം. അങ്ങനെ കോളൊക്കെ മൈൻഡ് ചെയ്തിട്ട് നമ്മൾ ഫുഡ് റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ അതായിട്ട് വേണം മുട്ട. ഗൈസ് ഒന്നും കിട്ടിയില്ല. ഓക്കെ നമുക്ക് ഇവന്മാരെ വന്നിട്ടുണ്ട്. ഇവൻ്റെ കയ്യിൽ അങ്ങനെ എഗ്ഗ് കിട്ടില്ല തോന്നുന്നു കേട്ടോ. മറ്റവന്മാരുടെ ഇതിനെ എഗ്ഗ് കിട്ടുള്ളൂ തോന്നുന്നു. ഓക്കെ ഇതാ അടുത്തവൻ. ഇവൻ്റെ കയ്യിലെന്താ ഒക്കെ സെയിം തന്നെ ഗൈസ്, സെയിം തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ നമുക്ക് എന്തായാലും പോയിട്ട് നമ്മുടെ ഫുഡ് എടുത്ത് കഴിക്കാം. ഓക്കെ അവൻ പോയി. ഇനി എന്തായാലും അത് ആലോചിച്ചിട്ട് ഇന്ന് കാര്യമില്ല. അവൻ പോയി. ഒരു ടോസ് ചത്ത് വയ്ക്കാം. എൻ്റെ ചെക്ക് ഇവിടെ നിന്നാണ് ചത്ത്. പോ വയ്യ. നമുക്കൊക്കെ പിന്നെ എക്സ്പ്ലോർ ചെയ്യാം. പ്ലീസ് പാവം. ശരി നമുക്ക് പിന്നെ സങ്കടപ്പെടാം. താണ്ടി ഒരുത്തം പോകണം. ഇവിടെ ഞാൻ വേറൊരുത്തിനെ കണ്ടല്ലോ ഇപ്പോൾ. ഇവൻ്റെ കണ്ണേക്ക് നോക്കാണ്ട് കൊന്നാൽ നമുക്കൊരു ഓക്കെ അവ എസ്കേപ്പായി. നമുക്ക് അടുത്തൊരുത്തിനെ പിടിക്കാം. മറ്റവൻ പോയപ്പോൾ ഇതാ പുതിയതായിട്ടൊരുത്തം വന്നിരിക്കണം. ഓക്കെ കുട്ടി ഡ്രാഗൻ. ഹലോ കുട്ടി ഡ്രാഗൻ പോകുന്നുണ്ട്. കുട്ടി ഡ്രാഗൻ കേട്ടാ ആ സൗണ്ട് കേട്ടോ. നല്ല രസമില്ലേ? അത് അവൻ ഉണ്ടാക്കുന്നതാണ് ആ സൗണ്ട്. അവൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും രാത്രിയാവണം. നമുക്ക് ഫസ്റ്റത്തെ നൈറ്റ് സ്കിപ്പ് ചെയ്യാം. ഓക്കെ ഫസ്റ്റ് അല്ല രണ്ടാമത്തെ. അവ ഇപ്പോൾ സൗണ്ട് പിന്നെ ഉണ്ടാക്കിയില്ലേ, ചെറുതായിട്ട് ഉണ്ടാക്കി. ഓക്കെ ഗൈസ് അപ്പോൾ രണ്ടാമത്തെ നൈറ്റ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഒരാൾ നടന്നു വീണ് നോക്ക്. ഇതവൻ പോസ്റ്റൊക്കെ ചെയ്തിരുന്നത് പുല്ല് മറ്റേ കണ്ട അവൻ പോസ്റ്റൊക്കെ ചെയ്തിരുന്നു. എന്നെ ആരടാ വീഡിയോ എടുക്കണമെന്നൊക്കെ. അവൻ പോയി. ഇതാണ്ട് അവൻ നടക്കേണ്ട. എവിടേക്കാണ് അമ്മയും പോണ്? എവിടെ
ഗൈസ് നമുക്ക് തന്നെ മേലെ കയറുന്നു നോക്കാം. ഇതാ ഒരു വലിയ ഡ്രാഗൺ. ഇതിൽ മൊത്തം അപ്പം ഈ സീരീസിൽ ഡ്രാഗൺ എന്നുള്ള വാക്ക് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യും. ഓക്കെ, ഇതാ അവ എവിടെയോ പൊട്ടു. നമുക്ക് പോയിട്ട് നമുക്ക് ഇടയിട്ട് വെച്ച് അവനെ മൂടി വയ്ക്കാം. വിളിക്കായിരുന്നു എന്താടാ നിനക്ക്? ദേ അവിടെ വലിയൊരു ഹോള്. ആ ശരിയാ, അത് വിട്. ഇത്രയുണ്ടാ? ശരി, അത് പോട്ടെ. നമുക്ക് അവൻ്റെ ബാക്കിൽ പോവാം. ഇവനെ നമുക്ക് സോഡ് വെച്ച് അവനെ ചുമ്മാ ഒന്ന് തട്ടി നോക്കാം. അയ്യോ അയ്യോ കൈസ്, എടാ അയ്യോ തീ പിടിച്ചേ. നാട്ടുകാരെ ഓടിയണേ. അയ്യോ എടാ എന്താണിത്? എടാ ഞാൻ ഡ്രാഗൺസൊക്കെ മിണ്ടാണ്ട് പോകണുണ്ടപ്പോൾ ഒന്നും ചെയ്യില്ല, പാവങ്ങളെന്ന് വിചാരിച്ചാൽ ആ ചെറുതിനെ ഞാൻ ഒന്ന് തൊട്ടപ്പളിക്കും അവൻ എൻ്റെ ഒരു ഹേർട്ടാവുള്ളൂ. എൻ്റെ ഒരു ഹേർട്ട് മാത്രം ബാക്കിയുള്ളതൊക്കെ അവൻ. എൻ്റെ അമ്മോ, ഇത്രയും പവറാ! ഞാൻ അറിയാത്ത വലിയ ഡ്രാഗൻ എങ്ങാനും പോയി തൊട്ടിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇവന്മാരൊന്നും ഞാൻ വിചാരിച്ച പോലെയല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതും കൂടി കഴിച്ചിട്ട് നമ്മുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഒന്ന് ഫുള്ളാക്കാം. അല്ല ഹെൽത്ത് ആവും തോന്നും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ അവൻ ഡീസ്പോൺ ആവേണ്ട അവിടെ തന്നെ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യണം, നമുക്ക് ചുറ്റിക്കറങ്ങി പോവാം. ഓക്കെ, അപ്പോൾ നമ്മളിനി എങ്ങനെയാണ് ആ എഗ്ഗ്, നമ്മുടെ ഇപ്പോൾ ഒരു എഗ്ഗ് ഉണ്ട്, അതെങ്ങനെ ഹേച്ച് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിച്ചിട്ട് അത് വിരിയിച്ച് ഡ്രാഗന് ഫുഡ് കൊടുത്ത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ ഈ വേളിലൊക്കെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരിക്കും ബൈ ഗൈസ്. അല്ല, ഇത് എൻ്റെ ഫസ്റ്റ് ചാനലിലത്തെ ഇൻട്രോ ആണ്. ഇപ്പോൾ എന്താ ചെയ്യുക, ഈ ചാനലിലേക്ക് വേണ്ട ഒരു ഇൻട്രോ ഉണ്ട് ഗൈസ്. ഞാൻ പറയുന്ന മണ്ടത്തരമാണ്. ഇൻട്രോ അല്ല, വീഡിയോ അവസാനിക്കാൻ നമ്മൾ പറയില്ലേ ഔട്ട്രോ. അങ്ങനെ തന്നെ ഔട്ട്രോ, അങ്ങനെ എന്തോ പറയാ. അത് എനിക്ക് ഈ ചാനലിലും വേണ്ടത്. ഈ ചാനലിൽ ഇപ്പം എന്താ വയ്ക്കുക,